ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാമല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അപ്പൊ 2-3 ദിവസമായിട്ട് തുടർച്ചയായി നമ്മൾ പോലീസ് സ്റ്റേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതായാലും ഇന്നും പോലീസ് സ്റ്റേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഇന്നുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷന്റെ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചേക്കാം അല്ലെ. അപ്പൊ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ വർഷയും ശ്രീകാന്തും വരികയാണ് കേട്ടോ. അപ്പൊ അവര് ബൈക്കിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രവീന്ദ്രൻ ലോക്കപ്പിനകത്ത് കിടക്കുന്നു. രേവതി പുറത്ത് അവരെ കാത്തു നിൽക്കുന്നു. സച്ചിയും ചന്ദ്രയും ഒക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. ഈ ഒരു സീനാണ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന നമ്മുടെ ശ്രീകാന്തനെ പറയാനൊന്നുമില്ല. ഞാൻ 2-3 ദിവസമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ സച്ചി എടുത്തിട്ട് അങ്ങോട്ട് അടിക്കുക. അപ്പൊ കയറി വരുന്ന ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്ത് അച്ഛാന്ന് വിളിച്ചോണ്ടാട്ടോ വരുന്നത്. അതും അച്ഛാന്ന് വിളിച്ചിട്ട് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ട്. ആ ഒരു പുഞ്ചിരി കാണുമ്പോൾ തന്നെ ദേഷ്യം വരില്ലേ. കാരണം തൻ്റെ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുന്നത് ഒരിക്കലും സച്ചി സഹിക്കില്ല. അപ്പൊ ഇത്രയും നേരം തന്നെ പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് സച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോ തന്നെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നു, ഇടി കൊടുക്കുന്നു, ചവിട്ടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വർഷ പറയുന്നുണ്ട്, വിട് വിട് വിട്, ഇത് എന്താ നിങ്ങൾ ഈ കാണിക്കുന്ന, വിട്, എന്തിനാ നിങ്ങൾ ശ്രീകാന്തിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ച വർഷ ഇങ്ങനെ നിൽക്കുന്നു. അതിനിടയിൽ രേവതിക്ക് അടുത്തേക്ക് പോകാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഒന്ന് ഓർത്തു നോക്കണം. ചന്ദ്രയും ശ്രുതിയും ഒക്കെ ഇത് കണ്ടോണ്ട് നിൽക്കുന്നു. ആകെ പാടെ അങ്ങോട്ട് സീൻ അങ്ങോട്ട് വഷളായി. പെട്ടെന്ന് പോലീസുകാർ വന്നിട്ട് നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത്, നിങ്ങൾ എന്ത് തെമ്മാടിത്തരം ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ആണെങ്കിൽ സച്ചി പറഞ്ഞു, ദേ ഇവൻ ഒറ്റ ഒരുത്തൻ കാരണോ സാറേ എൻ്റെ അച്ഛൻ ആ ലോക്കപ്പിൽ കിടക്കുന്നത്. ദേ ഇവനെ ആ ലോക്കപ്പിൽ ഇട്ടിട്ട് എൻ്റെ അച്ഛനെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങൾ എന്താ ഈ പറയുന്നത്? അല്ല, നിങ്ങൾ എന്താ പോലീസ് വല്ലതാണോ? അല്ലല്ലോ. ഇവിടെ നിയമം അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. ഇവിടെ ഈ തല്ലലും പിടിക്കലൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ നിന്നോളാൻ പറഞ്ഞു. ഏതായാലും സച്ചി ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും തറപ്പിച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അതിനും മുമ്പായിട്ട് തന്നെ കൊടുക്കേണ്ടതൊക്കെ നമ്മുടെ ശ്രീകാന്തിനോട്ട് കൊടുത്തു കേട്ടോ. അതുപോലെ പോതിരും കൊടുത്തു. ഏതായാലും അപ്പൊ തന്നെ പോലീസ് ശ്രീകാന്തിനെ ഇങ്ങനെ പിടിച്ചു. ശ്രീകാന്തിനെ പിടിച്ചിട്ട്, നീ എവിടെയായിരുന്നടാ, നീ എന്തിനാടാ ഈ പെണ്ണിനായിട്ട് മുങ്ങിയതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾ മുങ്ങിയതൊന്നുമല്ല, ഞങ്ങളുടെ വിവാഹം 2 വീട്ടുകാരും നടത്തി തരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായ 2 പേരല്ലേ ഞങ്ങൾ വിവാഹം കഴിച്ചാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അല്ലേ വർഷയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നത്. ഒരു വരവാ വരുന്നത്. രണ്ടുപേരും വന്നതും ശ്രീകാന്തിനെയും വർഷേനെയും കണ്ടതും അങ്ങോട്ട് നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, ഇവനെ എന്തിനാ സാറേ ഇവിടെ നിർത്തിയിരിക്കുന്നത്, ഇവനെ ദേ അങ്ങേറെ കൂട്ടത്തിൽ കയറ്റി ലോക്കപ്പിലിട്ട് അടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോക്കോളാന്ന് പറഞ്ഞു. ഇത് കേട്ടതും വർഷ ചോദിച്ചു, അല്ല അച്ഛൻ എന്താ പറഞ്ഞത്, എന്നെ കൊണ്ടുപോക്കോളാന്നോ? എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന കാര്യം പറയുന്നത്? അതെ, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല, ഞാൻ ശ്രീകാന്തിന്റെ കൂടെ തന്നെ പോകത്തുള്ളൂ. അല്ല, എന്ത് തെറ്റ് ചെയ്തിട്ടാ സാറുമാരെ ശ്രീകാന്തിനെ ലോക്കപ്പിൽ അടയ്ക്കണത്? ശ്രീകാന്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നെ സമ്മതത്തോടു കൂടി കൊണ്ടുപോയത് ഒരിക്കലും ഒരു തെറ്റല്ല. അതുമല്ല, നിയമപ്രകാരം ഞാനും ഈ നിൽക്കുന്ന ശ്രീകാന്തും ഇപ്പം ഭാര്യയും ഭർത്താവുമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞാൻ പോയത് അത് തെറ്റാണോ സാറേ എന്നിങ്ങനെ ചോദിച്ചു. ഈ ചോദ്യത്തിന് പോലീസിന് യാതൊരു മറുപടിയില്ല. പോലീസിന് തെറ്റല്ലത് പറയാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറഞ്ഞു, എട്ടി ധിക്കാരി, നീ എന്തൊക്കെയാടി വിളിച്ചു പറയുന്നത്? നിന്നെ ഇതിനാണോടി ഞങ്ങൾ വളർത്തി ഇത്രയും വലുതാക്കിയത്? നിന്റെ ഒത്തെല്ലാം തുള്ളി തന്ന മനുഷ്യനല്ലേ ഇത്? എന്നിട്ട് നീ ആ മനുഷ്യനെ നാണം കെടുത്തുവാല്ലേടി മറ്റവളെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി വർഷയുടെ അമ്മ. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എപ്പോഴും നിങ്ങളുടെ സന്തോഷം, നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം മാത്രം മതിയായിരിക്കും. അല്ല, ഞാൻ ശ്രീകാന്തിനെ കല്യാണം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഞാനല്ലേ ശ്രീകാന്തിന്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്, അല്ലാതെ ഒരിക്കലും അമ്മയല്ലല്ലോ. അമ്മ അച്ഛൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത്. അതിന് ഞാൻ തടസ്സം പറയുന്നില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞല്ലോ. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ തടസ്സം പറയാൻ ആരും വരണ്ട. എൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അതിനിവിടെ ആരും വെല്ലുവിളിച്ച് ആരെയും ലോക്കപ്പിൽ ഇടാന്നൊന്നും ചിന്തിക്കേണ്ട. എൻ്റെ ശ്രീകാന്തിനെ ലോക്കപ്പിൽ ഇടാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. അല്ല സാറേ, ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. നിയമപ്രകാരം പ്രായപൂർത്തിയായ 2 പേർക്ക് വിവാഹം കഴിക്കാന്നല്ലേ, അതൊരു ക്രിമിനൽ കേസൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷയുടെ അച്ഛനോട് പോലീസുകാരെ പറയുന്നത്, തൻ്റെ മോള് പറയുന്നത് കേട്ടല്ലോ, തൻ്റെ മോൾ ഇപ്പം പറയുന്നത് വ്യക്തമായിട്ട് താൻ കേട്ടല്ലോ, തൻ്റെ മോൾക്ക്
സമ്മതത്തോടു കൂടി തന്നെയാണ് ഇയാളുടെ കൂടെ പോയിരിക്കുന്നത്. പേർക്കും പ്രായപൂർത്തിയായി. ഇനിയിപ്പോൾ ഇവിടെ എന്താ പ്രശ്നം ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ടതും നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, പറ്റില്ല സാറേ, എൻ്റെ മോളെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് ഇതുപോലെ ഒരു തെമ്മാടിയുടെ കൂടെയോ ദരിദ്രവാസിയുടെ കൂടെയോ ഒന്നും പറഞ്ഞു വിടാനല്ല. അതുകൊണ്ട് പറ്റില്ല സാറേ എന്ന് പറഞ്ഞപ്പം അതൊന്നും ഇനി പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ നിന്ന് ഒന്നും പറയാൻ പറ്റില്ല, നിയമത്തിന് വിരുദ്ധമാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ അവൾ സമ്മതത്തോടു കൂടി ഇറങ്ങിപ്പോയാൽ പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല സാറേ എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് സച്ചു പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കുകയോ എടുക്കുമോ? എൻ്റെ അച്ഛനെ ഇങ്ങോട്ട് ഇറക്കി വിടാൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ഛനെ ലോക്കപ്പിൽ ഇട്ടേക്കണത്? എൻ്റെ അച്ഛനെ ഇപ്പം തന്നെ ഇറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതിയും ഒക്കെ പറഞ്ഞു, അതെ, അച്ഛനെ ഇറക്കിയിട്ട് മതി ബാക്കി കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പോലീസുകാർ തന്നെ ചെന്ന് നേരെ രവീന്ദ്രനെ ലോക്കപ്പിൽ നിന്നും റിലീസ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ ഇറങ്ങി വരുന്നു. നമ്മുടെ ശ്രീകാന്ത് ആയിക്കോട്ടെ രവീന്ദ്രനെ കണ്ടതും അച്ഛാ ക്ഷമിക്കുക അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെല്ലുന്നതും രവീന്ദ്രൻ അങ്ങ് മുഖവും മാറ്റി പിടിച്ചുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. നമ്മുടെ ശ്രീകാന്തിനൊന്നും നോക്കി പോലും ഇല്ല രവീന്ദ്രൻ. കാരണം രവീന്ദ്രൻ അത്രമാത്രം ശ്രീകാന്തിനെ വിശ്വസിച്ചിരുന്നു. ശ്രീകാന്ത് ചതിക്കുമെന്ന് ഒരിക്കലും നമ്മുടെ രവീന്ദ്രൻ കരുതിയില്ല. അതിനിടയിലായിക്കോട്ടെ നമ്മുടെ ചന്ദ്ര, എന്തിനാടാ നീ കൊലച്ചതി ചെയ്തത്? നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ അമ്മയോട് പറയത്തില്ലായിരുന്നോടാ? എന്തിനാടാ നീ ഇതൊക്കെ ചെയ്തത്? ഇദ്ദേഹത്തിന് എന്തിനാടാ നീ കാരണമല്ലടാ ഇദ്ദേഹം ലോക്കപ്പിൽ കയറിയത്? ഇന്നേക്ക് ഇതുവരെ ഇദ്ദേഹം പോലീസ് സ്റ്റേഷൻ പോലും കണ്ടിട്ടില്ല. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്കറിയാം, നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ ആക്കിയതല്ലേ മറ്റവള് രേവതി. അവൾ എന്നെൻ്റെ വീട്ടിൽ വന്നോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാ. എന്തിനാടാ അവളുടെ കൂടെ കൂടി നീ ഞങ്ങളെ ഇങ്ങനെ ചതിക്കണത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ, അറിയാത്ത കാര്യം അമ്മ പറയരുത്. ഒരിക്കലും ഏടത്തിയല്ലേ എന്നെ വിവാഹത്തിന് നിർബന്ധിച്ചത്. ഏടത്തി എന്നോട് പറഞ്ഞതാ വേണ്ട വേണ്ട വേണ്ടാന്ന്. പലതവണ ഏടത്തി എന്നോട് പറഞ്ഞതാ. പക്ഷെ അതൊന്നും കേൾക്കാതെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടം നോക്കിയതാ. അതൊക്കെ ശരിയാ. പിന്നെ നിങ്ങളായിട്ട് ഞങ്ങളുടെ വിവാഹം നടത്തി തരില്ലെന്ന് എനിക്കറിയാം. പിന്നെ സച്ചേട്ടനോട് പറയാതിരുന്നത് വേറൊന്നുമല്ല, സച്ചേട്ടനും ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ആരോടാ പറയേണ്ടത്? അതിനിടയിൽ വർഷയ്ക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. വർഷേനെ കല്യാണം കഴിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വിവാഹം കഴിക്കല്ലാതെ ഞാൻ സത്യം പറഞ്ഞ കടലിനും ചെകുത്താനും നടക്കായിരുന്നു. എൻ്റെ മാനസികാവസ്ഥ എന്താ ആരും മനസ്സിലാക്കാത്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, മിണ്ടിപ്പോകരുത്. അതെ, നിന്റെ മാനസികാവസ്ഥ അറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. നീയായി നിന്റെ പാടായി. ഇനിയിപ്പം നീ എങ്ങോട്ട് വേണേലും പൊക്കോ, ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. അതുകൊണ്ടേ നീ ഇപ്പൊ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നിനക്ക് വലുത് വീട്ടുകാരെക്കാളും വലുതേ ഈ നിൽക്കുന്ന ഇപ്പൊ കണ്ട ഈ പീറപ്പെണ്ണല്ലേ, ഇവളെ വിളിച്ചോണ്ട് നീ പൊക്കോ. ഇനി അച്ഛനുണ്ടെന്നും പറഞ്ഞോ, അമ്മയുണ്ടെന്നും പറഞ്ഞോ, ചേട്ടന്മാരുണ്ടെന്നും പറഞ്ഞോ, ആ വീടിന്റെ ചന്ദ്രോദയത്തിന്റെ പടി കടന്നാലുണ്ടല്ലോ നിന്റെ കാല് വെട്ടി അരിയും ഞാന്. അറിയാലോ ഈ സച്ചി ആരാന്ന്? സ്നേഹിച്ചാൽ സ്നേഹിക്കും, വെറുത്താൽ ഈ സച്ചി വെറുക്കും. അതുപോലെ തന്നെ പറയാനുള്ളത്, നിന്റെ കൂടെ കൂട്ടുനിന്ന ഇവള് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ഇവളുടെ എൻ്റെ ഭാര്യ പദവി ഇവട്ടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇനി നീയുമായിട്ടൊരു യാതൊരു ബന്ധവുമില്ല. എല്ലാം എൻ്റെ തെറ്റ്. അച്ഛൻ പറയുന്നതനുസരിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചു. എന്നിട്ട് നീ എന്താ കാണിച്ചത്? ഇയാളെ നീ ജയിലിൽ കയറ്റിയില്ലേടി? നിനക്കൊക്കെ തൃപ്തി ആയില്ലേടി? നീ ദൈവത്തിന്റെ സ്ഥാനത്ത് കാണേണ്ട എൻ്റെ അച്ഛനെ നീ കാരണമല്ലേടി ജയിലിൽ കയറ്റിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടാ പ്ലീസ് ഏട്ടാ, ഏടത്തിനെ കുറ്റം പറയരുത് ഏട്ടാ. ഏടത്തി തെറ്റുകാരിയല്ല. ഞാൻ ഏടത്തിനെ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ട് പോയത് ഈ വിവാഹമൊന്നും പറഞ്ഞുകൊണ്ടല്ല. നീ കൂടുതൽ ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട. എന്നെ പൊട്ടനാക്കാനൊന്നും നോക്കണ്ട. എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി, അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. ഇനി എൻ്റെ കൺമുമ്പിൽ കൊണ്ടോ എല്ലാത്തിനും ഞാൻ വെട്ടി കീറുള്ളൂ എന്ന് പറഞ്ഞപ്പം പോലീസുകാർ പറഞ്ഞു, അതെ നിക്ക്, നിങ്ങൾ ഇവിടെ കിടന്ന് വെട്ടി കീറുവൊന്നും വേണ്ട. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ നോക്ക്. ആദ്യം നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു ശ്രീകാന്തിനോട് വർഷയോടും. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് മനസ്സോടെ പോവുകയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ നിന്നും വർഷേനെയും കൂട്ടിക്കൊണ്ട് ബൈക്കിൽ കയറി. അതിനിടയിൽ നമ്മുടെ രവീന്ദ്രനോട് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രവീന്ദ്രൻ കമാന്നൊരക്ഷരം മിണ്ടുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുപോലൊരവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷേനെയും കൂട്ടി കരഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. ഇതിനിടയിൽ വർഷയുടെ അച്ഛനും അമ്മയും അവർക്ക് സമാധാനമായല്ലോ, എല്ലാവരുടെയും മുമ്പിൽ നമ്മളെ പരിഹാസ കഥാപാത്രമായിട്ട് നിർത്തി ഇപ്പം അവൾക്ക് സമാധാനമായല്ലോ, അവൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാഗാണ് കേട്ടോ. നീ എവിടെ പോയാലും ഗുണം പിടിക്കാൻ പോകുന്നില്ലടി, നീ എവിടെ പോയാലും ഗുണം പിടിക്കത്തില്ലടി, നിനക്ക് ഇവൻ്റെ കൂടെ സ്വസ്ഥതമായിട്ടൊരു ജീവിതം കിട്ടത്തില്ലടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വർഷയുടെ അമ്മ പ്രാഗി വർഷേനെ വിടുന്നത്. ഏതായാലും എല്ലാവരുടെയും പ്രാക്കൊക്കെ മേടിച്ചുകൊണ്ട് വർഷയും ശ്രീകാന്തിൻ്റെയും വഴിക്ക് പോയി. ഏതായാലും ഇതേ സമയം വർഷയുടെ അച്ഛനും അമ്മയും പോകുന്നു. പിന്നെ നമ്മുടെ രവീന്ദ്രനെയും കൂട്ടി സച്ചിയും ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടെ വണ്ടി കയറുമ്പോൾ
ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന നമ്മുടെ രേവതി വണ്ടി കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുക, അല്ല നീ എങ്ങോട്ടാന്ന് ചോദിക്കുക. അത് പിന്നെ ഞാൻ വീട്ടിലേക്കോ? ഏത് വീട്ടിലേക്ക്? നിനക്ക് എവിടെയുള്ളത് വീട്? അതെ, അവിടെയുള്ളത് എൻ്റെ വീടാ. എൻ്റെ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. ദേ മര്യാദയ്ക്ക് വണ്ടി വിടാൻ പോവാ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. രേവതിക്ക് മാറി നിൽക്കല്ലാതെ വേറൊരു വഴിയില്ല. രേവതി എന്താ ചെയ്യുക? കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ചന്ദ്ര അതിനിടയ്ക്ക് പറയാനുള്ളതൊക്കെ പറയുക. നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കുമെന്ന് ഞാൻ വെല്ലുവിളിച്ചതല്ലേടി. ഇപ്പൊ കണ്ടില്ലേടി, നീ വീട്ടിൽ നിന്ന് നിന്റെ ഭർത്താവിന്റെ മനസ്സിൽ നിന്ന് തന്നെ പടിയിറക്കിയില്ലേടി എന്നൊക്കെ പറയുന്നു. എന്നിട്ടും നമ്മുടെ രവീന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ലാസ്റ്റ് രേവതീനെ കയറ്റാതെ വന്നപ്പം രവീന്ദ്രൻ പറയുക, മോനെ സച്ചി വഴക്കുണ്ടാക്കാതെടാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ രേവതീനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വാടാ എന്ന് രവീന്ദ്രൻ പറയുന്നില്ല. കാരണം രവീന്ദ്രനും അത്രയ്ക്കധികം മനസ്സ് നൊന്തു പോയിട്ടോ. നമ്മുടെ രേവതി നിരപരാധിയാണ് എന്നൊരിക്കലും തെളിയുന്നില്ല. ഒരിക്കലും തെളിയുന്നില്ല. അങ്ങനെ ഇവർ വണ്ടിയായിട്ട് വിട്ടുപോകുന്നു. നമ്മുടെ രേവതി അവിടെ നിന്ന് ഭയങ്കര കരച്ചില്. അങ്ങനെ ഇവര് നേരം വെളുക്കാറൊക്കെ ആയപ്പോഴത്തേക്കുമായി ഏകദേശം വീട്ടിലെത്തുന്നത് വരെ സച്ചിയോടോ ചന്ദ്രയോടോ ആരോടും ഒരക്ഷരവും മിണ്ടാതെയാണ് രവീന്ദ്രൻ ഇരിക്കുന്നത്. അങ്ങനെ സച്ചി ചോദിക്കുകയാണ്, എന്താ അച്ഛനൊന്നും മിണ്ടാത്തത്? അച്ഛൻ എന്തെങ്കിലും പറയച്ചാ? അച്ഛൻ്റെ വേദന ഞങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ചന്ദ്രയും ചോദിക്കുക, രവിയേട്ടൻ ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ രവിയേട്ട സമാധാനമായിട്ടിരിക്കുക. അവൻ പോട്ടെ, അവൻ പോയാൽ നമുക്കെന്താ? അവൻ എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ. അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു പോയതല്ലേ രവിയേട്ടൻ ഇങ്ങനെ ഇരിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. രവി കരയുന്നുമില്ല ചിരിക്കുന്നുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ നേരെ വണ്ടി ചെന്ന് വീട്ടിന്റെ മുറ്റത്ത് നിർത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ നേരെ വണ്ടിയെടുത്ത് ഇറങ്ങി അങ്ങ് പോയി. അവിടെ നിന്ന് കുറച്ച് വെള്ളം പിടിച്ച് തലയിലൊക്കെ തലവഴിയൊക്കെ അങ്ങ് ഒഴിച്ചിട്ടാട്ടോ അകത്തേക്ക് കയറുന്നത്. കാരണം രവീന്ദ്രന് അത്രയ്ക്കുമധികം വിഷമമുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയത്. തൻ്റെ ശരീരം ശുദ്ധി വരുത്തട്ടെ. പോലീസ് സ്റ്റേഷനിൽ കിടന്നതല്ലേ ഞാൻ, ലോക്കപ്പിൽ കിടന്നതല്ലേ ഞാനൊരു ക്രിമിനൽ അല്ലേ. ആ ശരീരം ശുദ്ധിയാക്കാതെ ഞാൻ കയറില്ല അകത്തേക്കെന്ന് പറഞ്ഞാട്ടോ ആ വെള്ളം തലവഴി കൂടെ ഒഴിക്കണത്. ഇത് കണ്ടിട്ടോ സച്ചി വീണ്ടും നിന്ന് കരയുവാണ് കേട്ടോ. സച്ചിയുടെ കരച്ചിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും വിഷമം വരും. അതുപോലെ ജീവനാണ് നമ്മുടെ രവീന്ദ്രനെ സച്ചിക്ക്. കാരണം സച്ചിനെ രവീന്ദ്രനാണ് അമ്മയുടെ സ്ഥാനത്ത് നിന്നാണെങ്കിലും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നാലും സച്ചിനെ രവീന്ദ്രനാണല്ലോ വളർത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആ ഒരു സങ്കടവും വിഷമവും ഒക്കെ കണ്ട് സഹിക്കാനാകാതെ നിൽക്കുന്ന നമ്മുടെ സച്ചി. ഏകദേശം ഈ ഒരു സീൻ വരെയൊക്കെ ഇന്ന് കാണിക്കത്തുള്ളായിരിക്കും കേട്ടോ. കാരണം ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ചിലപ്പോൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സീൻ വരെ എത്തിയില്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ വെറുതെ പറയുകയാണെന്ന്. നമ്മൾ വെറുതെ പറയാറില്ല. കുറേ പേരിങ്ങനെ കമൻസിലൊക്കെ വരുന്നുണ്ട് നമ്മൾ കള്ളത്തരമാണോ പറയുന്നതെന്നൊക്കെ. ഒരിക്കലും നമ്മൾ പ്രമോയിലും കള്ളം പറയാറില്ല, നമ്മൾ ഫുൾ വിശേഷത്തിലും കള്ളം പറയാറില്ല. എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് അത് അറിയാം. ഇടയ്ക്കിത് വന്ന് കാണുന്നവരാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കള്ളം പറയുന്നു എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയല്ലാതെ നയനയുടെയും ആദർശിൻ്റെയും കഥയും കള്ളം പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ രാവിലെ ഇടുന്ന എപ്പിസോഡ് എല്ലാവരും വൈകിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും പറയില്ല നമ്മൾ കള്ളം പറയുന്നതെന്ന്. നമ്മൾ ഡയലോഗ് സഹിതമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതേ ഡയലോഗ് തന്നെയായിരിക്കും നിങ്ങൾ വൈകിട്ടും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സ്ഥിരമുള്ളവർക്ക് അത് മനസ്സിലാകും. ഇടയ്ക്കുന്ന് കയറി വരുന്നവർക്ക് അല്ലെങ്കിൽ വൈകിട്ട് കാണത്തില്ലാത്തവരായിരിക്കും, ഈ കഥ മാത്രം കേൾക്കുന്നവരായിരിക്കും. എന്തുകൊണ്ടാണ് വീണ്ടും ഇവരിങ്ങനെ നുണ പറയുന്നു എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും കമൻറ്റ് ബോക്സ് എല്ലാവർക്കും കമൻറ്റ് ഇടാൻ അവകാശപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടോ കുഴപ്പമില്ല. നല്ല കമൻ്റ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിൻ്റെതായ രീതിയിൽ നമ്മൾ എടുക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തംബ്നെയിലിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. തംബ്നെയിലിൽ വരുന്ന പോലെ അല്ല വരുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ തംബ്നെയിൽ ഇടുന്നത് എന്തിനാണ്? പെട്ടെന്ന് എല്ലാവരെയും ആകർഷിക്കുക, പെട്ടെന്ന് എല്ലാവരും നമ്മുടെ വീഡിയോ കയറി കാണുക. ആ ഒരു ലക്ഷ്യത്തോടെയാണ് തംബ്നെയിൽ ഇടുന്നത്. തംബ്നെയിൽ അങ്ങനെയാണ് എന്ത് വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും തംബ്നെയിൽ അങ്ങനെയാണ് വരുന്നത്. ചിലപ്പം തംബ്നെയിൽ കാണിക്കുന്ന ഫുള്ളും കഥ നമ്മളിപ്പോൾ പറയുന്നതിൽ ഉണ്ടായെന്ന് വരില്ല. അത് വേറെ ഒന്നിനുമല്ല, പെട്ടെന്ന് നമുക്കൊരു ആകർഷണം ഉണ്ടായി നമ്മുടെ വീഡിയോസ് കയറി കാണണം. പക്ഷേ നമ്മളിടുന്ന വീഡിയോയിൽ കള്ളത്തരമൊന്നുമില്ല. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ തനി ഒറിജിനൽ ഡയലോഗ് സഹിതമാണ് നമ്മൾ പറയുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയ്ക്ക് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്, അതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത കഥ 7:30 ആകുമ്പം നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനമൊക്കെ ആശംസിക്കുകയാണ്. കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്.
കുറേ പേരൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കയറി കാണുകയും കമൻറ്റ്സ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും കയറി കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്, ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. ആദ്യത്തെ കമൻറ്റ് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ടു നോക്കുക. നല്ല അഭിപ്രായങ്ങളൊക്കെ, നല്ലതാണെങ്കിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തുറന്ന് പറഞ്ഞോളൂ, മാറ്റം വരുത്തേണ്ടതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാറ്റം വരുത്തുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഫോളോയും ചെയ്തേക്കണേ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.